ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളിന്ന് ഇവിടെ ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. അതിനായിട്ട് ഒരു 4 വെല്ലുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതും അതിൻ്റെ കൂടെ ഒരു 3-4 പച്ചമുളക് കൊടുത്തിട്ട് അതും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ ഉപ്പും കൂടി അതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഏകദേശം ഒന്ന് വാടി സെറ്റായി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 തക്കാളിയും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത തക്കാളിയും നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ഇഞ്ചി കഷ്ണവും കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് അതുപോലെ ഒരു പിടി കുരുമുളക് മതിയാവും കേട്ടോ. കുറച്ച് കുരുമുളകും അതുപോലെ കുറച്ച് ജീരകം, പെരുംജീരകം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ക്രഷ് ചെയ്ത സാധനത്തിന് നമ്മുടെ മിക്സിയിലേക്ക്, അതായത് നമ്മുടെ ഉള്ളി തക്കാളി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. കാരണം ആ പച്ച മണമൊന്ന് വിടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏകദേശം സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ട്, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. കാരണം ഈ പൊടികളുടെയും എല്ലാത്തിൻ്റെയും ആ ഒരു പച്ച മണം വിടുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇത് ഏകദേശം വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം, ജസ്റ്റ് ആ മസാലയിൽ നിന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിലേക്ക് ഇത്തിരി വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. കാരണം നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം എന്തായാലും ഊർന്ന് വരുമല്ലോ, അപ്പോൾ വെള്ളം വേണ്ട. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചിക്കൻ മസാല ഇതിലേക്ക് ആഡ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ചിക്കനിൽ ചിക്കൻ മസാല തിരുമ്പി വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇതിലാണ് കേട്ടോ ആഡ് ചെയ്യാറുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ജസ്റ്റ് ആ മസാലയൊക്കെ എല്ലായിടത്തേക്കും സ്പ്രെഡായി ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാട്ടോ ഞാനിവിടെ ചിക്കൻ കഴുകാറ്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കുക. വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ. ഇത് ചിക്കൻ ഊറി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും, ഇനി എന്തെങ്കിലും മസാലകൾ കുറവ്, അതായത് ഉപ്പോ മഞ്ഞളോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വീണ്ടും അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. ഓക്കെ.